കാലവർഷം കനത്ത സാഹചര്യത്തിൽ നെന്മാറ പഞ്ചായത്തിൽ ദുരന്ത നിവാരണ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നമുക്ക് എന്നുള്ളതുപോലെ തന്നെ ആവനാട് പരിസരം അളുശ്ശേരി ആ ഭാഗങ്ങളിലും അതുപോലെ ചേരിങ്ങാട് പ്രദേശങ്ങളാണ് എപ്പോഴും ഉള്ളപോലെ നമ്മുടെ അപകട മേഖലയായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ കാലവർഷത്തിലും അതുപോലെ അതിനുള്ള മുന്നിലുള്ള കാലവർഷത്തിലും ഇതല്ലാതെ വേറെ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ കിണർ ഇടിഞ്ഞു പോവുകയും പുഴ നനഞ്ഞു പോയിട്ട് വീട്ടിലുള്ള ആളുകളെ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ക്യാമ്പ് നടത്തുക എന്ന് പറയുന്നത് നമുക്ക് ബോയ്സ് സ്കൂളും അതുപോലെ തന്നെ ഗേൾസ് സ്കൂളാണ് നമ്മൾ എന്ന് നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ഈ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ 3 പേര് വരെ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അതാത് പരിസരത്തിലുള്ള അംഗനവാടികളിലാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് കുടുംബാംഗങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഗേൾസ് സ്കൂളും അതുപോലെ തന്നെ ബോയ്സ് സ്കൂളും നമ്മൾ തിരിച്ചിരിക്കുന്നത്. നെന്മാറ ഗ്രാമപഞ്ചായത്തിലേക്ക് കഴിഞ്ഞ വർഷം പാർപ്പിച്ചോ എന്ന് ചോദിച്ചു വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അത്ര അപകട മേഖലയായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ മാറ്റി താമസിപ്പിച്ചത് ചെറുനെല്ലിയിലുള്ള ആളുകളെയാണ് നമ്മൾ പോത്തുണ്ടിയിലേക്ക് താമസിച്ചത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചു നടന്ന യോഗത്തിൽ പഞ്ചായത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പോത്തുണ്ടി അണക്കെട്ട് പരിസരം ഉൾപ്പെടെ വെള്ളം കയറാനിടയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്ന് യോഗം നിർദ്ദേശിച്ചു. പഞ്ചായത്ത് പരിധിയിലെ അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണം. മഴക്കെടുതി റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുന്നതിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കരുത്. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രവർത്തനമാണ് വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് വേണ്ടതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, പോലീസ്, പൊതുമരാമത്ത്, ജലസേചനം, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുതല പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.